ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂരുകാരുടെ സ്വന്തം പുലിക്കളി കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പാഞ്ഞു പോകുന്നത്. നമ്മൾ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുലികളെല്ലാം കുറച്ച് ക്ഷീണത്തിലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനിയിപ്പോൾ കുറേ നേരം അവർ നിന്ന് ഡാൻസൊക്കെ കളിച്ച് വന്നുകൊണ്ടായിരിക്കാം. ആക്ച്വലി ഞങ്ങൾ ഈ സെൻറ്റ് തോമസ് കോളേജ് റോഡിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള റോട്ടിലാണ് കേട്ടോ ഞങ്ങൾ നിന്നത്. റൗണ്ടിൻ്റെ തെറ്റ ഭാഗത്തില്ലേ, അവിടെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെയായിട്ടാണ് കേട്ടോ ഞങ്ങൾ നിന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അതാ ഇങ്ങനെ ഒരു ടാബ്ലോ പോകുന്നുണ്ടായിരുന്നു. ഒരു ടാബ്ലോ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ പുലികളില്ലേ, നടന്നു പോകുന്ന പുലികൾ, അവർ വരുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടായിരുന്നു. അപ്പോഴും ആമിയൊക്കെ അത്യാവശ്യം അലമ്പായിരുന്നു കേട്ടോ. അപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇത്രയും തിക്കും തിരക്കുള്ള കാരണം കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ സൂക്ഷിച്ച് തന്നെ പോകണം. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടാബ്ലോ പോയി. പിന്നെ അത് കഴിഞ്ഞ് അത്യാവശ്യം നേരം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് പുലികൾ വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല റഷ് എന്ന് പറഞ്ഞാൽ നല്ല റഷ് ഉണ്ടായിരുന്നു. ആ ടാബ്ലോയ്ക്ക് ശേഷം വീണ്ടും ഒരു ടാബ്ലോ തന്നെയാണ് വന്നത്. ഈ ടാബ്ലോൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ പുലികളൊക്കെ വന്നത്. അപ്പോഴത്തേനും പോലീസുകാർ വന്ന് മറ്റേ വടമൊക്കെ കെട്ടി അവർക്ക് ഒന്ന് പോകാനുള്ള ഒരു ഗ്യാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഈ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വേറെ ആൾക്കാരും കുറേ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും ഇപ്പോഴും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും പുലികൾ വന്നപ്പോൾ പിന്നെ ആൾ ഉഷാറായി. ഞാൻ വേഗം തോളത്തൊക്കെ കയറ്റിയിരുത്തി. അങ്ങനെ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ, അവനും മാമിയൊക്കെ ആദ്യമായിട്ടാണ് പുലിക്കളി കാണുന്നത്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ പുലികളൊക്കെ വന്ന് നമ്മൾ ഫ്രണ്ട് റോയിൽ തന്നെ കേട്ടോ നിന്നത്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് നേരെ കാണാമല്ലോ. അപ്പോൾ അതാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൗണ്ടിൻ്റെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് അങ്ങോട്ട് കടന്നു കേട്ടോ. ഇഷ്ടംപോലെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ടേബിളും കൂടി ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ തേക്കിൻകാടിൻ്റെ അകത്തേക്ക് കടന്നത്. അവിടെ കടന്ന് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഉള്ളിലേക്കൊക്കെ പോയി. നല്ല വൈബായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, അതായത് കുട്ടിക്കാലം എന്നല്ല, ചെറുപ്പത്തിൽ നമ്മളൊരു 10ലൊക്കെ അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ ഫാമിലി മൊത്തമായിരുന്നു ഈ പുലിക്കളി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നിരുന്നത്. അത് വേറൊരു വൈബായിരുന്നു. ഇപ്പോൾ അത്ര ആൾക്കാരൊന്നും ഇല്ല, എന്നിരുന്നാലും വൈബിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ആമി അത് വേണം ഇത് വേണം എന്നൊക്കെ ആദ്യമേ വാശി പിടിച്ചായിരുന്നു. പിന്നെ തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതിലങ്ങ് ഒതുക്കി. പിന്നെ ഞങ്ങൾ ഇതാ തെക്കേനടയിൽ നടന്ന് ഞങ്ങൾ തെക്കേനടയുടെ അവിടേക്കാണ് കേട്ടോ, ഫ്രണ്ടിലോട്ടാണ് എത്തിയത്. അവിടെ പുലിക്കളി നല്ല അടിപൊളി ഇതായിരുന്നു. അതായത് പുലികളൊക്കെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു വൈബായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാരണം അവിടെ ആണുങ്ങളായിരുന്നു കുറച്ചും കൂടിയും കൂടുതലുണ്ടായിരുന്നത്. നമുക്കങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനത് കവറപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് ഇതുപോലെ കുറേ ചട്ടി, അതുപോലെ ഡ്രസ്സ്, സാരി, സെറ്റ് സാരി കാര്യങ്ങളില്ലേ, അങ്ങനത്തെ ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അതായത് തെക്കേ നടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്ന സൈഡിൽ എൻ്റെ ഫേവറേറ്റാണ് മുളക് ബജിയും അതുപോലെ തന്നെ ഈ കോളിഫ്ലവർ ഫ്രൈയും. മുളക് ബജിയുടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഈ ഫ്രൈ വാങ്ങിച്ച് ഞാനങ്ങ് തൃപ്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് യാത്രയായി. രണ്ടുപേരും വലിയ അലമ്പൊന്നും ഉണ്ടാക്കാണ്ട് നിന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.